രുചി തേടിയുള്ളൊരു യാത്ര അതെങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എന്തായാലും അതിനുവേണ്ടി ഒന്ന് കോഴിക്കോടേക്ക് പോകണം. അവിടെ ഭക്ഷണപ്പെരുമ ഒരുപാടുള്ള സ്ഥലമാണല്ലോ. രാവിലെ ഇൻ്റർസിറ്റി 6 മണിയാണ്. ഇൻ്റർസിറ്റിക്ക് ഫാമിലി ആയിട്ട് എൻ്റെ ഭാര്യ, മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് രാവിലെ അങ്ങോട്ട് വിട്ടു. ട്രെയിനിലെല്ലാം എൻജോയ് ചെയ്താണ് യാത്ര ചെയ്ത്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. സാധാ ഇതിൽ ക്ലാസ്സിൽ തന്നെ പോയത്. അവിടെ നിന്ന് ഒരു കറക്റ്റ് 10 മണിക്ക് കോഴിക്കോട് എത്തി. ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി പുറത്ത് ചെന്നപ്പോൾ ഓട്ടോറിക്ഷയുടെ ക്യൂ കണ്ട് ഞെട്ടിപ്പോയി. ഒരുപാട് ക്യൂ. അപ്പോൾ വേഗം അവിടെ നിന്ന് പതിയെ നടന്ന് ആ പാലം വഴി നേരെ അപ്പുറം ചെന്ന് അവിടെ ഹോട്ടൽ ന്യൂവിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. പക്ഷെ വിശപ്പിൻ്റെ ഇതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് പറ്റിയില്ല. പൊറോട്ടയും അയിലമുളകിട്ടൊക്കെ കഴിച്ച് പിന്നെ അവിടെ നേരെ മിഠായിത്തെരുവ് അവിടെ കിടന്നൊന്ന് നല്ലോണം കറങ്ങി. പഴയ രാധാ തിയേറ്ററൊക്കെ ഉണ്ട്. സന്തോഷം, ആദ്യമായിട്ട് കാണണത്. മിഠായിത്തെരുവിൽ ആ ഫ്രണ്ടിലൊക്കെ ഒന്ന് കുറച്ചേരൊക്കെ നിന്ന് പിന്നെ അവിടെ നേരെ ബീച്ചിലൊക്കെ വിട്ടു. അപ്പോൾ മഴക്കാറുള്ളതുകൊണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു, വെയിലൊന്നുമില്ല. നേരെ ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല പണി കിട്ടി, നല്ല കടുത്ത മഴ. അങ്ങനെ ഒരു അരമണിക്കൂറോളം അങ്ങനെ അവിടെ സമയം പോയി. അവിടെ നേരെ മഴയൊക്കെ മാറി ബീച്ചിലേക്ക് ഇറങ്ങി സ്ട്രീറ്റ് ഫുഡ്, കടുക്ക ഫ്രൈ, കാടമുട്ട മസാല ഇതൊക്കെ വാങ്ങിച്ച്. കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത അല്ല ഈ ഫുഡെല്ലാം. ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ച് അടിപൊളി ഉപ്പിലിട്ടതും കഴിച്ച് പിന്നെ ബീച്ചിൽ കുറച്ച് നേരം നിന്ന്. അപ്പോൾ മഴ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല ബീച്ചിൽ. ഉച്ചരക്ക് അവിടെ നിന്ന് നേരെ ഹോട്ടൽ റഹ്മത്തിലേക്ക്. നമ്മുടെ കൊച്ചിയിലൊക്കെ ആയിക്കാൻ്റെ പോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള ഹോട്ടലല്ല റഹ്മത്ത്. അപ്പോൾ അവിടുത്തെ ബിരിയാണി കഴിച്ച് നല്ല ബിരിയാണി ആയിരുന്നു. ഇതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീണ്ടും ബീച്ചിലേക്ക് പോയി. അവിടെ പോയിട്ട് ആ ചീകി ഐസ് വാങ്ങിച്ച് അവിടെ മധുരവും എരിവിട്ടൊക്കെ തരുമല്ലോ, അതെല്ലാം കഴിച്ച് അത്യാവശ്യം നല്ലതായിരുന്നു. എരിവുള്ളതും മധുരമുള്ളതും. ഇതിപ്പോൾ എരിവുള്ളതാണ്. അങ്ങനെ ഇതെല്ലാം കഴിച്ച് 4:10 ഇൻ്റർസിറ്റിക്ക് തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക്. ഇതെല്ലാം എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്.